ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സംഭാരം അഥവാ മോരും വെള്ളത്തിൻ്റെ റെസിപ്പിയാണ്. അതെങ്ങനെ വെറൈറ്റി ആയിട്ട് ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കാമെന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഇതിനായിട്ട് നമുക്ക് നല്ല കട്ട തൈര് വേണം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേണം. ചെറിയൊരു കഷ്ണം മതിയേ, ഈ വലുപ്പമുള്ളൊരു ഇഞ്ചി. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു തട്ട് കറിവേപ്പില. ഇതിനെ ഞാനൊരു ന്യൂജൻ സംഭാരം എന്ന് വിളിക്കും. കാരണം സാധാരണ നമ്മൾ കല്ലിലൊക്കെ ഇടിച്ചാണ് ഈ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ എടുക്കുന്നത്. പക്ഷെ ഞാനിവിടെ ബ്ലെൻഡറിനകത്തൊന്ന് ബ്ലെൻഡ് ചെയ്തതാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം പച്ചമുളക്. നമ്മൾ ഈ ബ്ലെൻഡറിൽ എടുക്കുമ്പോൾ ഒത്തിരി അങ്ങ് ബ്ലെൻഡ് ചെയ്തെടുക്കരുത്, ഒന്ന് ജസ്റ്റ് പൾസ് ചെയ്യുകയേ ആകാവൂ, അല്ലെങ്കിൽ ഇതിൻ്റെ ബട്ടർ റിലീസ് ചെയ്യും. ഈ ആവശ്യത്തിനുള്ള ഉപ്പും നമ്മുടെ തൈരും കൂടെ ചേർത്ത് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ തൈര് ഒത്തിരി നമ്മൾ പൾസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബട്ടർ റിലീസ് ചെയ്യും. ഇവിടെ 2 സ്കൂപ്പ് എന്ന് പറഞ്ഞാൽ അരക്കപ്പേ ഉള്ളേ, ഇത് അരക്കപ്പേ ഉള്ളൂ. ഈ മെഷറിംഗ് കപ്പ് 1/4 കപ്പിൻ്റെ മെഷറിംഗ് കപ്പ്, അതിനകത്ത് 2 സ്കൂപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് ഇനി ഉപയോഗിക്കുന്ന 2 ഇൻഗ്രീഡിയൻസ് നിങ്ങൾ ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. മാംഗോ പിക്കിൾ, ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷനല്ല. പിന്നെ സോഡ വാട്ടറും, ഒരു 3/4 സ്പൂണ് മാംഗോ പിക്കിളും, 1/2 സ്പൂൺ ആയാലും മതി. പിന്നെ 1/2 കപ്പ് സോഡ വാട്ടറും കൂടെ ഉപയോഗിച്ച് ഞാനിത് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പോകുന്നത്. നമുക്ക് ബാക്കിയുള്ള സോഡ ഇത് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട്, നമ്മളൊന്ന് പൾസ് ചെയ്ത് കഴിഞ്ഞിട്ട്, ബ്ലെൻഡ് ചെയ്യാമെന്ന് പറയാൻ പറ്റത്തില്ല, പൾസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ ഞാൻ 1/2 കപ്പ് സോഡ വാട്ടർ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നമുക്ക് പിന്നെ മോരും വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി ഇത് കൂട്ടിയോ കുറച്ചോ നമുക്ക് ഇത് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട്, പൾസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ശരിയാക്കാം. നമ്മളിതൊന്ന് പൾസ് ചെയ്ത് പെട്ടെന്ന് ഇത്രയും മതി. ഇനി ഇതിനൊന്ന് അരിച്ചെടുക്കുമ്പോൾ അതിനകത്ത് ആ കഷ്ണങ്ങളൊന്നും കിടക്കത്തില്ലല്ലോ, അപ്പം നമുക്ക് ആ ഫ്ലേവറും കിട്ടും. എന്നാൽ നമുക്ക് ആ കഷ്ണങ്ങൾ വേണ്ടല്ലോ, എപ്പോഴല്ലേ വായിക്കകത്ത് ഇങ്ങനെ നമ്മൾ പിന്നെ തുപ്പിക്കളയാൻ പോകണം. ഇനി നമുക്ക് ബാക്കിയുള്ള സോഡ വാട്ടർ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് വേണ്ട കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇന്നൊരു നല്ല തമാശ ഉണ്ടായി. ഒരാൾ എന്നെ വിളിച്ചിട്ട് ചേച്ചി അടുത്ത വീഡിയോ എന്തോ ആണ്. ഞാൻ പറഞ്ഞു സംഭാരമാണ്, മോരും വെള്ളമാണ് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അപ്പുറത്ത് നിന്ന് ചോദിക്കുക സാമ്പാറാണോ ചേച്ചി? എനിക്ക് ചിരി അടക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഇങ്ങനെയുള്ള കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ പ്രയോജനപ്പെടുമല്ലോ എന്ന്. കലത്തിനകത്തൊക്കെ ഇത് കുറച്ച് നേരം വെച്ചിട്ട് നമ്മൾ കുടിക്കുവാണെങ്കിൽ, ഒത്തിരി നേരം വെക്കാൻ പറ്റത്തില്ല, ഗ്യാസ് പോകും, സോഡയുടെ ഒരു തണുപ്പും കിട്ടും. അപ്പം ഒരു പുതിയ വീഡിയോയുമായിട്ട് ഉടനെ നമുക്ക് കാണാം. നിങ്ങളുടെ സപ്പോർട്ടിനും നിങ്ങളുടെ എൻകറേജ്മെൻറ്റിനും ഒത്തിരി താങ്ക്സ്. പ്ലീസ് കീപ് സപ്പോർട്ടിങ് മീ.